നമസ്കാരം. അത് അവരുടെ കമ്പനി. ആ കാര്യങ്ങൾ അവർ കൃത്യമായി നോക്കി നടത്തിക്കൊള്ളും. അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ പരിഹരിച്ചോളും. അതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. എക്സാലോജിക് എന്ന കമ്പനിയുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRൽ നിന്നും 1,72,00,000 രൂപ കൈപ്പറ്റി എന്നുള്ള വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ഈ അന്വേഷണം എക്സാലോജിക്കിലേക്കും വീണ വിജയനിലേക്കും എത്താൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ അന്വേഷണം ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച എക്സാലോജിക്കിന്റെ ഹർജിയാണ് ഇന്നലെ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് തള്ളിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേനയും തടയണം, ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു വീണ വിജയൻ മനോജ് പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേന കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നത്. ഈ ഹർജി തള്ളുകയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാം എന്ന നിലപാടിലേക്ക് കർണാടക ഹൈക്കോടതി എത്തുകയും അങ്ങനെ ഒരു ഉത്തരവ് വരികയും ചെയ്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് പത്തനംതിട്ടയിൽ DYFI സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു MV ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. എക്സാലോജിക് അവരുടെ കമ്പനിയാണ്. ആ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ അവർക്ക് പ്രാപ്തിയുണ്ട്. അതിൽ മറ്റാരും ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ അതിലൊരു അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എക്സാലോജിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ MV ഗോവിന്ദൻ അതിനെതിരെ, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തകർക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദനും മുതിർന്ന CPM നേതാവായ AK ബാലനുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഘോരം പ്രസംഗിച്ചത്. ഇപ്പോൾ വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ വിഴുങ്ങിക്കൊണ്ടാണ് MV ഗോവിന്ദൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒരു കാരണവശാലും എക്സാലോജിക്കിലേക്കുള്ള അന്വേഷണം ന്യായീകരിച്ചിരുന്നില്ല, അത് വേണ്ട എന്നും പറഞ്ഞിരുന്നില്ല. അത് എൻ്റെ ജോലിയല്ല, ഉത്തരവാദിത്തമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അന്വേഷണം വരുന്ന ഘട്ടത്തിൽ പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. CPMന്റെ മുഖ്യമന്ത്രിമാരെ തകർക്കുവാൻ വേണ്ടി CPM ഇതര സർക്കാരുകൾ എപ്പോഴും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. CPMന്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് തന്നെ CPM മുഖ്യമന്ത്രിമാരെ വിമർശിക്കുക എന്നുള്ളത് CPMനെ തകർക്കുവാൻ ലക്ഷ്യമാക്കി നടക്കുന്ന ഓരോ ആളുകളുടെയും പരിപാടിയായിരുന്നു എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയാതെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വീണ വിജയനെ ന്യായീകരിക്കുവാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെതിരെ ഉയരുന്ന പ്രതിരോധങ്ങളെ ഞങ്ങൾ ചെറുക്കാറുണ്ട്, അതിനെ തീർത്തും പ്രതിരോധം സൃഷ്ടിക്കാറുണ്ട്. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മന്ത്രിസഭയെയും കേരളത്തിലെ CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും അസ്ഥിരപ്പെടുത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്, അത് നടക്കില്ല. അത്തരം വ്യാമോഹങ്ങളെയെല്ലാം ഞങ്ങൾ തകർത്തെറിയും, അല്ലെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ തന്നെ നിയമപരമായും പാർട്ടിപരമായും ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ തന്റെ സംസാരത്തിൽ ഉടനീളം എടുത്തു പറഞ്ഞ കാര്യം. വീണയുടെ IT കമ്പനി വിവാദത്തെക്കുറിച്ച് താൻ ഒരിക്കലും ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ MV ഗോവിന്ദനും കൂട്ടരും എപ്പോഴും വീണയ്ക്കെതിരെ ഉയർന്ന വിവാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, എക്സാലോജിക് അവരുടെ കമ്പനിയാണ്. അവർക്ക് അതായത് വീണയുടെ കമ്പനിയാണ്. അവർ അത്തരം കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറഞ്ഞുകൊള്ളും, നിയമപരമായ നടപടികൾ അവർ നേരിട്ടുകൊള്ളും. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ചെയ്തുകൊള്ളും. ഇതിൽ ഞാൻ എന്തിനാണ് അഭിപ്രായം പറയേണ്ടത് എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്. ബഹുമാന്യനായ MV ഗോവിന്ദനോട് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ചിലത് ചോദിക്കുവാനുണ്ട്. ചോരയും നീരും നൽകി അനേക ആയിരങ്ങൾ ജീവൻ കൊടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അത്യുന്നതമായ ഒരു കാര്യാലയമാണ്, ഓഫീസാണ് AKG സെന്റർ. ഈ AKG സെന്ററിന്റെ വിലാസമാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ കമ്പനിയുടെ വിലാസമായി കൊടുത്തിരിക്കുന്നത്. ബംഗളൂരുവിൽ ഈ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ വീണ വിജയൻ തന്റെ വിലാസമായി കൊടുത്തിരിക്കുന്നത് വീണ ടി
കെയർ ഓഫ് AKG സെന്റർ പാളയം തിരുവനന്തപുരം എന്ന് തന്നെയായിരുന്നു. ഈ കാര്യത്തിൽ MP ഗോവിന്ദൻ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഇത് അറിയുവാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് ജനങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതിൽ ഞാൻ എന്തിന് അഭിപ്രായം പറയണം എന്ന് MP ഗോവിന്ദൻ സാമാന്യനെ ചിന്തിക്കുകയാണെങ്കിൽ വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ AKG സെന്ററിന്റെ വിലാസം ദുരുപയോഗം ചെയ്തു എന്നെങ്കിലും നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറുണ്ടോ? ഇവിടെയുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ പാർട്ടി അനുഭാവികളുടെ മക്കളോ അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി വക്താക്കളോ CPM പ്രവർത്തകരോ DYFI പ്രവർത്തകരോ SFIക്കാരോ ആരെങ്കിലും ഒരാൾ അവരവർ നടത്തുന്ന ഏതെങ്കിലും ഒരു സംരംഭത്തിന് വിലാസമായി AKG സെന്റർ നൽകിയാൽ നിങ്ങൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? ഏത് തരത്തിലുള്ള നിയമ നടപടികളായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് മേൽ കൈക്കൊള്ളുക? വീണ വിജയൻ ഈ കമ്പനി തുടങ്ങുമ്പോൾ AKG സെന്ററിന്റെ വിലാസം വച്ചത് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണില്ല. എന്നാൽ ഈ കേസ് പ്രമാദമായ രീതിയിൽ കേരളത്തിൽ മുന്നേറുകയും ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഓരോ കുഞ്ഞിനു പോലും അറിയാം വീണ വിജയൻ ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തിരുന്ന എക്സാലോജിക്കിന്റെ വിലാസം കേരളത്തിലെ AKG സെന്ററാണ്, പാളയത്തുള്ള AKG സെന്ററാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വിവരം താങ്കൾ അറിഞ്ഞു കാണില്ല എന്നുണ്ടോ? സാധാരണ CPM നേതാക്കൾക്കെല്ലാം അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാറുണ്ടല്ലോ. അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന അവസരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കേരള സമൂഹവും മാധ്യമങ്ങളിലൂടെ ലോക സമൂഹവും കണ്ടറിഞ്ഞതാണ്. എന്നാൽ എന്തിനാണ് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം തല്ലിച്ചതച്ചത് എന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി ആ ഒരു ദൃശ്യം ഇതുവരെയും കണ്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽ അങ്ങനെ കരിങ്കൊടി കാണിച്ചവരെ ഗൺമാനടക്കമുള്ള പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഈ കാഴ്ച കേരളത്തിലും ലോകത്തിലും ഉള്ള ആളുകൾ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി മാത്രം അത് കണ്ടിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഏത് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ അതായത് വീണ വിജയൻ AKG സെന്ററിന്റെ വിലാസം ഉപയോഗിച്ച കാര്യത്തിൽ MP ഗോവിന്ദന് പറയാനുള്ള മറുപടി ഇത് തന്നെയായിരിക്കുമോ? എന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നായിരിക്കും ഇനി ഒരുപക്ഷെ MP ഗോവിന്ദൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ വീണ വിജയൻ ഇത് ചെയ്തിരിക്കുന്നത് തീർത്തും അപരാധമാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, അത് തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടല്ലോ ആർജവമോ MP ഗോവിന്ദൻ ഇല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. AKG സെന്ററിന്റെ വിലാസം അങ്ങനെ ആർക്കെങ്കിലും തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഒരു നിലപാട് എന്താണ്? CPM പോലുള്ള കേരളത്തിലെ അതിവിപുലമായ സംവിധാനങ്ങളുള്ള ഉയർന്ന ചിന്താഗതിയുണ്ട് എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന, പാവങ്ങളുടെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന, അധസ്ഥിതരുടെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന, ചോരയും നീരും കൊടുത്ത് 10,000 ബലിദാനം നടത്തിയ, പടുത്തുയർത്തിയ ഈ പാർട്ടിക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അപജയം സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഏതെങ്കിലും DYFI പ്രവർത്തകരോ CPM പ്രവർത്തകരോ വേണ്ട MLA മാരോ മന്ത്രിമാരോ ആണെങ്കിൽ പോലും AKG സെന്ററിന്റെ വിലാസം ഇതുപോലെ ദുരുപയോഗം ചെയ്തിരുന്നെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ MP ഗോവിന്ദൻ എന്ത് നടപടികൾ കൈക്കൊള്ളുമായിരുന്നു? ഇതുപോലെ മൗനം ദീക്ഷിക്കുമായിരുന്നു? അപ്പോൾ പാർട്ടിയും ഭരണവും ഒരുപോലെ തന്നെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവിനെ ചോദ്യം ചെയ്യുവാൻ MP ഗോവിന്ദൻ എന്നല്ല CPM-ൽ നട്ടലുള്ള ആർജവമുള്ള ഒരു നേതാക്കളും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ CPM പോലെ ഉന്നത മൂല്യങ്ങൾ പുലർത്തുന്ന ഒരു പാർട്ടിയുടെ, ഒരു പ്രസ്ഥാനത്തിന്റെ ഓഫീസിന്റെ വിലാസം ഇതുപോലെ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ആ അഡ്രസ്സ് മറ്റുള്ള ആളുകളിൽ നിന്ന് കോഴ മേടിക്കുവാൻ ഉപയോഗിക്കുകയും അങ്ങനെ CPM-നെയും പാർട്ടി ആസ്ഥാനത്തെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്ത ഈ വീണ വിജയന്റെ ഇത്തരം പ്രവണതകൾക്കെതിരെ, പ്രവൃത്തികൾക്കെതിരെ CPM എന്ന പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? എന്ത് നടപടിയാണ് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് നടപടി കൈക്കൊണ്ടു, എന്ത് നിലപാട് സ്വീകരിച്ചു? ഇതിന് മറുപടി പറയുവാൻ MP ഗോവിന്ദൻ ബാധ്യസ്ഥനാണ്. പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ ഈ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം അറിയുവാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. എന്നാൽ
ശ്രീമാൻ എം.വി. ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഒരു മറുപടിയും പറയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും അറിയാം. കാരണം പിണറായി വിജയൻ എന്ന അനിഷേധ്യനായ നേതാവിന്റെ മുമ്പിൽ നട്ടല് നിവർത്തി നിന്ന് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ പോന്ന ചങ്കുറ്റമുള്ള ധൈര്യമുള്ള ആരും തന്നെ ഇന്ന് ഈ പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്, മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് അവരുടെ കമ്പനി, അവർ ഇതിന് മറുപടി പറയട്ടെ എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറഞ്ഞു ഒഴിയുവാൻ എം.വി. ഗോവിന്ദനാവില്ല എന്നുള്ള സത്യം എം.വി. ഗോവിന്ദൻ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്ന വിശേഷങ്ങൾ. ഇതിനിടയിൽ വീണ വിജയനെ അന്വേഷിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണ വിജയന്റെ ഈ അപ്പീൽ തള്ളിയതിനെ തുടർന്ന് അവർ എവിടെയാണ് എന്നുള്ളത് അറിയില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ വസതിയായ പമ്പയിലോ വീണ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. AG സെന്ററിന് എതിർവശത്തുള്ള നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള ഫ്ളാറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഫ്ളാറ്റുണ്ട്. ഇവിടെയും വീണ വിജയന് ഇല്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരുള്ള തറവാട്ട് വീട്ടിലും വീണ വിജയനില്ല. മുഖ്യമന്ത്രിയോട് അടുത്ത പല ബന്ധുക്കളുടെയും വീട്ടിൽ ഇവരില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വീണ വിജയൻ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. ഏത് ഒളിവിൽ പോയി വീണ വിജയൻ ഒളിച്ചാലും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇവരെ കണ്ടെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ. ഇവരെ കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ ഇവർ നടത്തിയിരിക്കുന്ന ഓരോ ഇടപാടുകളും മുഖ്യമന്ത്രിയിലേക്കും ചെന്നെത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം CMRL എന്ന കമ്പനിക്ക് കേരള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDC എന്ന സ്ഥാപനത്തിന് 13% ഓഹരിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ 4 പ്രതിനിധികളാണ് CMRLന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലുള്ളത്. അവിടെ നടക്കുന്ന സാമ്പത്തിക വിഷയങ്ങളെല്ലാം, സാമ്പത്തിക ഇടപാടുകളെല്ലാം ഈ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് എടുക്കാറുള്ളത്. അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധികളായി KSIDCയിൽ നിന്ന് 4 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് CMRന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ വീണ വിജയന് 1,72,00,000 രൂപ കൊടുത്തത് സർക്കാർ പ്രതിനിധികൾ അറിഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായും അത് സർക്കാർ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിവക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് വീണ വിജയന്റെ മേൽ ഇത്തരം കുറ്റം തെളിയിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിയിലേക്ക് കൂടി കടന്നു ചെല്ലും. മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ബാധ്യസ്ഥനാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അവരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും മറ്റു രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. വൈകാതെ തന്നെ, ഒരുപക്ഷെ ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ വീണ വിജയന്റെ നേർക്കുള്ള അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു സ്റ്റേ ഹർജി കൊടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് വരുന്നതുവരെ വീണ വിജയനെ ഒളിവിൽ താമസിപ്പിക്കും. അഥവാ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വീണ വിജയനെ ഇനി ഒരുപക്ഷെ കേരളം കാണാത്ത രീതിയിൽ മറ്റു പുറം രാജ്യങ്ങളിലേക്ക് മാറ്റാൻ തന്നെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വീണ വിജയൻ ഇതിനോടകം തന്നെ രാജ്യം വിട്ടിരിക്കാം എന്നും പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും വീണ വിജയനിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ചെന്നെത്തുകയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയിലേക്കും ചെന്നെത്തും. മുഖ്യമന്ത്രിക്കും അത് ഊരാക്കുടുക്കാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം നിയമോപദേശം മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി വീണ വിജയനെ മാറ്റി നിർത്തിയതുകൊണ്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി എത്തും. KSIDCയിലേക്ക് എത്തുന്ന ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും എത്തുമെന്നുള്ള യാതൊരു സംശയമില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. KSIDCയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡ് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ KSIDC ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹർജിയിന്മേൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും KSIDCയിൽ നടത്തുന്ന ഈ റെയ്ഡ് തുടരുക തന്നെ ചെയ്യും എന്നാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വീണ വിജയനെ ഒളിപ്പിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായിരിക്കുന്നു. മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെച്ച് മാറേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെയും മകളെയും അകത്താക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എം.വി. ഗോവിന്ദൻ ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞൊഴിയാനും സാധിക്കില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പാളയത്തുള്ള AKG സെന്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാർട്ടിയുടെ ചുമതലക്കാരൻ എന്ന രീതിയിൽ എം.വി. ഗോവിന്ദനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന് മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.